അഹല്യ ഫിൻഫോറെക്സ് അഹല്യ ഹെൽത്ത് കെയർ സർവീസിൻ്റെ ഒരു സബ്സിഡറിയാണ്. മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് NBFC അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിലാണ്. ഫോറിൻ എക്സ്ചേഞ്ചിൽ മെയിൻലി നമുക്കറിയാം നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ തന്നെ ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ സ്റ്റഡീസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഹോസ്റ്റൽ ഫീ, അതുപോലെ യൂണിവേഴ്സിറ്റി ഫീ, അവരുടെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, അതുപോലെ ഔട്ട്വേർഡ് റെമിറ്റൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം ഈ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ മാറ്റം, നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഈ ഫൈനാൻസ് സെക്ടറിലേക്ക് വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റിൽ വലിയൊരു അഡ്വൈസറി ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NCD, ബോണ്ട് പോലെയുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് ഇതിലാണ് മെയിൻലി ഫോക്കസ്. ദെൻ മ്യൂച്വൽ ഫണ്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ NBFCയിൽ തന്നെ ഞങ്ങൾക്ക് ഗോൾഡ് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ കാർ ലോൺ, പേഴ്സണൽ ലോൺ, ഈ സെഗ്മെൻറ്റിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അഹല്യ ഫിൻഫോറെക്സിൻ്റെ സെക്കൻഡ് ബ്രാഞ്ചാണ് ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈ ബ്രാഞ്ച് ഒരു റീജിയണൽ ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങൾ മെയിൻലി ഒരു 40 ബ്രാഞ്ചസ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി അത് 20 ബ്രാഞ്ചസ് ഔട്ട്സൈഡ് കേരളയാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം നിയർ ബൈ ആയിട്ട് കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഹല്യ ഫിൻഫോറെക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സർവീസ് തന്നെയാണ്. അതുപോലെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അഹല്യയുടെ NCD ആണെങ്കിലും ബോണ്ട്, ഈ സെക്ടറിലൊക്കെ തന്നെ ബെറ്റർ റിട്ടേൺ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിൽ AD2 കാറ്റഗറി ലൈസൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ റേറ്റ്, അതുപോലെ കറൻസിക്ക് ബെറ്റർ റേറ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികൾക്ക് ഫോറിൻ സ്റ്റഡീസിന് വേണ്ടിയുള്ള എല്ലാ ഗൈഡൻസും, അവരുടെ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ അവരുടെ ഹോസ്റ്റൽ ഫീ, പ്രോപ്പറുള്ള സർവീസ്, മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ സർവീസ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 60 ബ്രാഞ്ചസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ സർവീസ് Tier 2, 3 സിറ്റീസിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്പനിയുടെ മോട്ടോ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ Tier 2, 3 സിറ്റീസിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ് അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ചെറിയ ഗ്രാമങ്ങളിൽ പോലും കുട്ടികൾ ഫോറിൻ സ്റ്റഡീസിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ അഹല്യ ഫിൻഫോറെക്സിന് വലിയൊരു റോള് ഉണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഓരോരുത്തരും സന്തോഷത്തോടുകൂടെ മടങ്ങി പോകുവാനായിട്ട് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഇവിടെ ഭൂപേന്ദ്ര സാറ്, അതുപോലെ തന്നെ തോമസ് സാറ്, ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫ്, നിങ്ങളുടെ പ്രവർത്തനം അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഈ സ്ഥാപനത്തെയും ഇവിടെ വരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഏതൊരു സംരംഭം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിളിച്ചു കത്തിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. ഇത് ഇവിടെ കത്തുന്ന സമയത്ത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഈ വിളക്ക് കത്തുന്ന പോലെ കത്തി ശോഭിച്ച ഈ പ്രദേശത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ സാക്ഷികളായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഈ ഒരു സ്ഥാപനം ഈ ഒരു ദേശത്തിനൊരു വിളക്കായി നിലകൊള്ളുവാൻ തക്കോണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാം വളരെ സുതാര്യതയോടെ വളരെ വ്യക്തതയോടെ എല്ലാ കാര്യങ്ങളും നിർവഹിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നവർ ഏറ്റവും വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ തക്കോണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ഈ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യുവാനായിട്ട് അവിടുന്ന് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ നീ നൽകുന്ന ദാനമാണെന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ അർത്ഥവത്തായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുവാൻ തക്കോളം നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ഒരു സ്ഥാപനം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന ഓരോരുത്തരും അവര് ദൈവസ്നേഹം അനുഭവിക്കാൻ തക്കോണം ഉടനടിയാക്കണമേ. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് ഇതിനെ എടുത്തവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ, ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭങ്ങൾ ദൈവമേ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുവാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഭൂപേന്ദ്ര സാറിനെയും മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട തോമസ് സാറിനെയും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അധ്വാനത്തെ നീ അവിടുന്ന് മാനിക്കുന്ന ദൈവമാകിയ നന്ദിയോടെ സ്തോത്രം. ഈശ്വരന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അതുപോലെ അതിലെ ഹെൽത്ത് കെയർ സർവീസിൻ്റെ സബ്സിഡിയാണ് അതിലെ ഫോറക്സ്. മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ് NBFC ബിസിനസ്സാണ്. NBFCയിൽ കാർ ലോൺ ഉണ്ട്, അതുപോലെ ഗോൾഡ് ലോൺ, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ ലെൻഡിങ് സെഗ്മെന്റ്, എല്ലാ സെഗ്മെന്റിലും ഞങ്ങൾ ഫോക്കസ്ഡ് ആണ്. ദെൻ ഞങ്ങൾ AD2 കാറ്റഗറി ലൈസൻസ് ആണ് RBIയുടെ, അതാണ് മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഫോറിൻ എഡ്യൂക്കേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻലി ഞങ്ങൾ പലപ്പോഴും Tier 2, 3 സിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് സർവീസ് ഒരിക്കലും ചെറിയ ഗ്രാമങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ചെറിയ ഗ്രാമങ്ങളിൽ കുട്ടികൾ പോലും ഫോറിൻ സ്റ്റഡീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ സർവീസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ബ്രാഞ്ചസ് എല്ലാം തന്നെ കുറച്ച് റിമോട്ട് ഏരിയ, ഞങ്ങൾ ബ്രാഞ്ച് ശ്രദ്ധിച്ചാൽ അറിയാം സിറ്റീസിൽ കൂടുതൽ Tier 2, 3 സിറ്റീസിലേക്കാണ് ഫോക്കസ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ ആയിട്ട് സർവീസ് എല്ലാവർക്കും നൽകുക എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എല്ലാ എംപ്ലോയീസ് ഹൈലി പ്രൊഫഷണൽ ആണ്, അതാണ് ഞങ്ങൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതിലെ ഗ്രൂപ്പ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. 2000 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്.
ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വർഷം കൂടുതൽ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓൾമോസ്റ്റ് 40 ബ്രാഞ്ചസ് ഈ വർഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. അഹല്യ ഫിൻഫോറെക്സിൻ്റെ ഈ ഒരു ഇനോഗ്രൽ സെറമണിയിൽ ഇവിടെ ഗസ്റ്റായിട്ട് എത്തിച്ചേരാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ഇവരുടെ ഒരു കസ്റ്റമറാണ് ഫോർ എ വെരി ലോങ് ടൈം. അവരുടെ ഹെൽത്ത് കെയർ സർവീസ് ആണെങ്കിലും ഹോസ്പിറ്റൽസിൽ ഞാൻ പോകാറുണ്ട്. ആൻഡ് അതുപോലെ നമുക്ക് ഈ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെ ട്രിപ്പ് പോകണമെങ്കിലും ഒക്കെ ആദ്യം ഓടി വരുന്നത് അഹല്യയിലാണ്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ ട്രിവാൻഡ്രത്ത് തന്നെ അവരുടെ 2ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആയപ്പോൾ എന്നെ അവർ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവരുടെ കസ്റ്റമർ എന്നുള്ള നിലയിൽ എന്നെ അവർ ഗസ്റ്റായിട്ട് വിളിച്ചു, ഇവിടെ വരാൻ പറ്റി. ആൻഡ് ഐ വിഷ് മോർ സക്സസ് ടു ദം. അവർക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഫോറിൻ മണി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറി. നമ്മളെല്ലാവരും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഒക്കെ പഠിക്കാൻ പുറത്ത് വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കുന്ന ഒത്തിരി, ഓൾമോസ്റ്റ് ഒരു ഭൂരിഭാഗം ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറിൻ മണിയുടെ ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല അവർ ലോണും എല്ലാ സർവീസസും അവരൊരു ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇത് എല്ലാ ആൾക്കാർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് അഹല്യ മാറട്ടെ. താങ്ക് യു.